കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന പേരിൽ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയത് വോട്ടർമാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനാണെന്ന് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. LDF സ്ഥാനാർത്ഥിയാണെന്ന വിവരം ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാനുള്ള ശ്രമമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. പരാജയഭീതി മൂലം പല തെറ്റായ പ്രചാരണങ്ങളും ചാഴിക്കാടൻ നടത്തുകയാണെന്ന് തുഷാർ വെള്ളാപ്പള്ളിയും പറഞ്ഞു. അതേസമയം 3 സ്ഥാനാർത്ഥികളും ഒരുപോലെ വിജയപ്രതീക്ഷ പങ്കുവച്ചു. നിശബ്ദ പ്രചാരണ ദിവസം കോട്ടയത്തിറങ്ങിയ ഭൂരിഭാഗം പത്രങ്ങളിലും LDF UDF സ്ഥാനാർത്ഥികളുടെ പരസ്യമുണ്ട്. LDF സ്ഥാനാർത്ഥിയായ ചാഴികാടൻ ഇതിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയാണെന്നാണ് സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പറയുന്നു. ഞങ്ങൾ പരസ്പരം മത്സരിക്കുന്നവരാണ്. എനിക്കെതിരെ ഞാനിപ്പോൾ UDFൻ്റെ ഭാഗമാണ്. UDF സ്ഥാനാർത്ഥിക്കെതിരെ LDF സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ പോലും ഈ പറയുന്ന പോലെ LDF സ്ഥാനാർത്ഥിയുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു പ്രചരണം നടത്തുന്നത് അപ്പോൾ അതേക്കുറിച്ച് ഇപ്പോൾ എന്താണ് ഒരു അഭിപ്രായപ്പെടുന്നത്? അതൊക്കെ ജനങ്ങൾ വിലയിരുത്തി ഒരു തീരുമാനം എടുക്കും. UDF ആരാണ് LDF ആരാണെന്നൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് മറയ്ക്കാനായിട്ട് ഞങ്ങൾ LDF ആണ് എന്നുള്ളത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നതെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. രാഹുൽ ഗാന്ധി കോട്ടയത്ത് പ്രചാരണത്തിനെത്തിയപ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ പേര് പോലും പറഞ്ഞ് വോട്ട് ചോദിച്ചില്ലെന്ന് നേരത്തെ LDF ആരോപിച്ചിരുന്നു. പരാജയ ഭീതി മൂലം പല തെറ്റായ പ്രചാരണങ്ങളും LDF സ്ഥാനാർത്ഥിയായ തോമസ് ചാഴികാടൻ നടത്തുകയാണെന്നും മത്സരം UDFും NDAയും തമ്മിലാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ചാഴികാടൻ വളരെ പിന്നോക്കമാണ്. അറിയാം, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ UDFും NDAയും തമ്മിലുള്ള മത്സരമാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥ പിക്ചർ. അമൃത ന്യൂസ്, കോട്ടയം.